കേരള സർവകലാശാല ജോയിന്റ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു. പി ഹരികുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഡോക്ടർ സിസാ തോമസ് ആണ് നടപടിയെടുത്തത്. ഡോക്ടർ മിനി കാപ്പനാണ് പുതിയ ചുമതല. വിവരങ്ങളുമായി ഷീജ ഇപ്പോൾ ചേരുകയാണ്. ഷീജ, വലിയ തരത്തിലുള്ള അന്യായമായ നടപടികളുമായി പുതിയ താൽക്കാലിക വിസിയും മുന്നോട്ട് തന്നെയാണ്. ജോയിന്റ് രജിസ്ട്രാറെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്ത് കാരണത്താലാണ്? നമുക്കറിയാം, നേരത്തെ അനിൽകുമാറിൻ്റെ ചുമതല നൽകിയിരുന്നത് ഈ ഹരികുമാറിനായിരുന്നു. ഇന്നലെ രജിസ്ട്രാറായി അനിൽകുമാർ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. എന്താണിപ്പോൾ സിസാ തോമസ് ചോദിച്ചിരിക്കുന്നത്, നടപടി എടുത്തിരിക്കുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പറയുന്നത്? തീർച്ചയായും സിജു, ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികളിലേക്ക് വി സി കടക്കുന്നു, പ്രതികാര നടപടികളിലേക്ക് വി സി കടക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസത്തെ പ്രത്യേക സിൻഡിക്കേറ്റ് യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രജിസ്ട്രാർ ആയി വീണ്ടും KS അനിൽകുമാർ ചുമതലയേൽക്കുന്നത്. പക്ഷേ ഇതിന് തൊട്ടു പിന്നാലെയാണ് ജോയിന്റ് രജിസ്ട്രാർ ആയിട്ടുള്ള P ഹരികുമാറിനോട് വി സി വിശദീകരണം തേടിയത്. പക്ഷേ വിശദീകരണം നൽകുന്നതിന് വേണ്ടി സമയം ആവശ്യപ്പെടുകയാണ് നിലവിൽ ജോയിന്റ് രജിസ്ട്രാർ ചെയ്തത്. അതോടൊപ്പം തന്നെ അദ്ദേഹം അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഇതിൽ തുടർ നടപടിയുമായി മുന്നോട്ട് പോകുകയാണ് ഡോക്ടർ സിസാ തോമസ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ കാര്യം. P ഹരികുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഡോക്ടർ മിനി കാപ്പനാണ് ചുമതല നൽകിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ജോയിന്റ് രജിസ്ട്രാറുടെ ചുമതലയല്ല നൽകിയിരിക്കുന്നത്, രജിസ്ട്രാറുടെ ചുമതലയാണ് ഇപ്പോൾ ഡോക്ടർ മിനി കാപ്പന് നൽകിക്കൊണ്ട് സിസാ തോമസ് ഉത്തരവിട്ടിരിക്കുന്നത്. ഈ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നത് ഇതിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ നടപടി പ്രത്യേക സിൻഡിക്കേറ്റ് യോഗവുമായി ബന്ധപ്പെട്ട് ഒരു സംശയം വരുന്നത്, ഇപ്പോൾ നിലവിൽ ഒരു വല്ലാത്ത നിയമപ്രശ്നം വന്നിട്ടുണ്ടല്ലോ. നിലവിൽ അവിടെ രജിസ്ട്രാർ ഉണ്ട്, അത് അനിൽകുമാറാണ്. അദ്ദേഹം ഇന്നലെ ചാർജ് എടുക്കുകയും ചെയ്തു. ഇപ്പോൾ മിനി കാപ്പന് രജിസ്ട്രാറിന്റെ ചുമതല നൽകിയെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? നിലവിൽ ചാർജ് ഏറ്റെടുത്ത് അനിൽകുമാറിനെ അംഗീകരിച്ചിട്ടില്ല എന്ന് ആണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും സിജു, നിലവിൽ കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ചുമതല ഏറ്റെടുത്ത രജിസ്ട്രാർ KS അനിൽകുമാറിനെ അംഗീകരിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് ആ തീരുമാനം അംഗീകരിക്കാതെ നിലവിൽ ഡോക്ടർ മിനി കാപ്പന് കൂടി രജിസ്ട്രാറുടെ ചുമതല നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. സസ്പെൻഷൻ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ കേരള സർവകലാശാലയ്ക്ക് 2 രജിസ്ട്രാർ എന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് കൂട്ടിച്ചേർക്കേണ്ടത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ സിസാ തോമസ് ഇവിടെ കേരള സർവകലാശാലയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അവരുടെ പ്രതികരണമടക്കം മാധ്യമങ്ങൾ ആരായുന്നുണ്ട്. പക്ഷേ ഇതുവരെയായി പരസ്യ പ്രതികരണത്തിന് സിസാ തോമസ് തയ്യാറായിട്ടില്ല. പക്ഷേ പ്രതികാര നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരണം, അതായത് ചാൻസലർ അല്പസമയം മുമ്പാണ് സിസാ തോമസിനോട് ഇതിൽ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. അതിന് തൊട്ട് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിശദീകരണം ജോയിന്റ് രജിസ്ട്രാറോട് തേടിയിരുന്നു. പക്ഷേ ജോയിന്റ് രജിസ്ട്രാർ ഇതിൽ വിശദീകരണം നൽകുന്നതിന് സമയം നീട്ടി നൽകണം എന്നുള്ളൊരാവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് അംഗീകരിക്കാതെയാണ് ഇപ്പോൾ നടപടിയിലേക്ക്, അതായത് രാവിലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അവധിയിൽ പ്രവേശിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക്, സസ്പെൻഷൻ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഷീജ, ഇതിനകത്ത് ഈ സർവകലാശാലയുടെ പ്രവർത്തനം സുഗമമായി കൊണ്ടുപോകാനല്ല ഈ താൽക്കാലിക വിസിയും അതോടൊപ്പം തന്നെ ചാൻസലർ കൂടിയായി ഗവർണറും ഉദ്ദേശിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നു. എവിടെയാണ് പിഴവ് പറ്റിയത്, ആർക്കാണ് പിഴവ് പറ്റിയെന്നുള്ള ചോദ്യത്തിൽ ഉത്തരം വളരെ വ്യക്തമാണ്. ആ കഴിഞ്ഞ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ എടുത്ത നടപടി വളരെ കൃത്യമായിരുന്നു. അതിന് പിന്നാലെ രജിസ്ട്രാറിനെ സസ്പെൻഡ് ചെയ്യുന്നു. രജിസ്ട്രാറിൻ്റെ സസ്പെൻഷൻ റദ്ദ് ചെയ്തുകൊണ്ട് സിൻഡിക്കേറ്റ് തീരുമാനമെടുക്കുന്നു. സർവാധികാരിക്കാർ ഗവർണർ, ചാൻസലർ അല്ല, സിൻഡിക്കേറ്റിന് തന്നെയാണ്. സർവകലാശാല ചട്ടത്തിൽ, നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. സിൻഡിക്കേറ്റിനെയും മറികടന്നുകൊണ്ട് ഒരു VC മുന്നോട്ട് പോകുമ്പോൾ വലിയ തരത്തിലുള്ള പോരിലേക്ക്, നിയമ പോരാട്ടത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം വരികയാണ്. ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കൃത്യമായ ഉറപ്പ് RSSൻ്റെ ഉറപ്പ് സിസാ തോമസിനുണ്ട്, VC പഴയ മോഹൻ കുന്നുമല്ലുണ്ട്. അതുതന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് ചുമതല നൽകിയ രജിസ്ട്രാറെ റദ്ദാക്കിക്കൊണ്ട് അദ്ദേഹത്തിനെ ഒരു സൈഡിലെത്തിക്കൊണ്ട് പുതിയ രജിസ്ട്രാറെ നിയമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർവകലാശാലയുടെ പ്രവർത്തനമാകെ സ്തംഭിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പുതിയ VC ഉദ്ദേശിക്കുന്നത്. അതിന് എല്ലാ പിന്തുണയും ചാൻസലർ നൽകുകയും ചെയ്യുന്നു. തീർച്ചയായും സിജു, അതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല. കാരണം ചാൻസലറുടെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ തന്നെയാണ് VC ഡോക്ടർ സിസാ തോമസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. കാരണം അതിന്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം വിളിച്ചത്. പക്ഷേ സിൻഡിക്കേറ്റ് യോഗത്തിൽ തങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നത് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് VC ആ യോഗം വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ സിൻഡിക്കേറ്റ് യോഗം കൃത്യമായി തന്നെ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് തുടരുകയും അതിന്റെ തീരുമാനങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗം കൈക്കൊണ്ടിട്ടുള്ള ചട്ടപ്രകാരം
നിയമപ്രകാരം കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങളെ ആണ് അംഗീകരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിയാണ് എന്ന് ചുമത്തിക്കൊണ്ട് ജോയിന്റ് രജിസ്ട്രാർ ആയിട്ടുള്ള പി ഹരികുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ തത്വത്തിൽ ഇപ്പോൾ സർവകലാശാലയ്ക്ക് 2 രജിസ്ട്രാർ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കാരണം പ്രത്യേക സിൻഡിക്കേറ്റ് യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ചുമതല ഏറ്റെടുത്ത KS അനിൽകുമാർ ഇവിടെ സിൻഡിക്കേറ്റ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാറായി വീണ്ടും ചുമതല ഏറ്റെടുത്തത്. അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ ഇവിടെ എത്തുകയും രജിസ്ട്രാറുടെ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ആ തീരുമാനം തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടിയിലേക്ക് ഇതിൽ ജോയിന്റ് രജിസ്ട്രാർ ആയിട്ടുള്ള പി ഹരികുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ളൊരു നടപടി കൂടി വരുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാൻസലറുടെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ തന്നെയാണ് VC സ്വീകരിക്കുന്നത് എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷിജ, ഈ മിനി കാപ്പൻ നിലവിൽ ജോയിന്റ് രജിസ്ട്രാർ തസ്തികയിൽ ജോലി ചെയ്യുന്നതാണോ? ആ മിനി കാപ്പനാണ് നിലവിൽ രജിസ്ട്രാറിന്റെ തസ്തിക നൽകിയിരിക്കുന്നത്. ഫലത്തിൽ ഇപ്പോൾ അവിടെ രജിസ്ട്രാർ ഇല്ല, സിൻഡിക്കേറ്റ് നിയമിച്ച രജിസ്ട്രാർ ഇല്ല, അതോടൊപ്പം തന്നെ മറ്റൊരു ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാറുമില്ല. മിനി കാപ്പന് രജിസ്ട്രാറിന്റെ പൂർണ്ണ ചുമതല നൽകിയത്. മിനി കാപ്പൻ ഇപ്പോഴും നേരത്തെ ചോദിച്ച പോലെ ജോയിന്റ് രജിസ്ട്രാർ ആയിരുന്നു. നേരത്തെ മറ്റൊരു ജോയിന്റ് രജിസ്ട്രാർ ആയിരുന്നു. അവരുടെ തസ്തിക എന്തായിരുന്നു? അത് സംബന്ധിച്ച് ഏതായാലും കൂടുതൽ അല്പസമയത്തിനകം തന്നെ അതിൽ ഒരു വ്യക്തത ഉണ്ടാകുന്നതായിരിക്കും സിജു. ഏതായാലും ചുരുക്കത്തിൽ കേരള സർവകലാശാലയ്ക്ക് ഇപ്പോൾ 2 രജിസ്ട്രാർ ഉണ്ട്. 2 രജിസ്ട്രാർ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പക്ഷേ ഇതിൽ നിയമപ്രകാരം ആണ് സിൻഡിക്കേറ്റ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സിൻഡിക്കേറ്റിന് ഉപയോഗിക്കാൻ കഴിയുന്ന ചട്ടങ്ങൾ, മാനദണ്ഡങ്ങൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നിലവിലെ രജിസ്ട്രാർ ആയിരുന്നു, അതായത് VC സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ ആയിരുന്ന KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കുന്നതും തുടർന്ന് രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകുന്നു. രജിസ്ട്രാറായി ചുമതല ഏറ്റെടുക്കണം, വീണ്ടും ചുമതല ഏറ്റെടുക്കണം എന്നുള്ള നിർദ്ദേശം നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകുന്നേരം 4:30 അദ്ദേഹം ഇവിടെ എത്തി ചുമതല ഏറ്റെടുക്കുന്നു. ഇന്നിപ്പോൾ രാവിലെ 10 മണിയോടുകൂടി അദ്ദേഹം സർവകലാശാലയിൽ വന്ന് രജിസ്ട്രാറുടേതായിട്ടുള്ള തുടർ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഏതായാലും സിൻഡിക്കേറ്റിന്റെ തീരുമാനം അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മറ്റൊരു രജിസ്ട്രാറെ കേരള സർവകലാശാലയിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അധിക ചുമതല ഡോക്ടർ മിനി കാപ്പന് നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ തീരുമാനം ഇത് നിയമപരമായ രീതിയിൽ ഏത് രീതിയിൽ ഇതിൽ തുടർ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാം എന്നത് തന്നെയാണ് നിലവിലിപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങളും കൂടിയാലോചിക്കുന്നത്. ഏതായാലും അത്തരത്തിലുള്ള അനൗദ്യോഗികമായിട്ടുള്ള കൂടിയാലോചനകൾ, ചർച്ചകളൊക്കെ കേരള സർവകലാശാലയിൽ പുരോഗമിക്കുന്നു. അതിനിടയിലാണ് ഈ ഒരു